ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബബിൾ വാഞ്ചോ റെഡിയാക്കി എടുക്കാം. അതായത് വാഞ്ചോ കേക്കും അതുപോലെ നട്ടി ബബിൾ കേക്കിൻ്റെയും കൂടി മിക്സിംഗ് ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാനിപ്പോൾ ഇതിൽ കാട്ടുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ 2 ലെയർ വൈറ്റ് സ്പോഞ്ചും നടുക്കായിട്ട് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചും വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാനുള്ള ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. സാധാരണ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ഒരു 1.5 കപ്പ് നോൺ ഡയറി വിവോൻ്റെ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് തെന്നിയൊന്നും പോവാതെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഞാൻ എൻ്റെ മീതേക്ക് ഫസ്റ്റ് ലെയർ വൈറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഈ കേക്ക് ഒന്ന് നന്നായിട്ട് വെറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 2-3 കഷ്ണം ചെറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തു. അപ്പോൾ അതിലേക്ക് ആ ഒരു ചെറിയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ഷുഗർ സിറപ്പ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് ഈ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മീതേക്ക് ഇട്ടിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് സ്പാറ്റിൽ വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ നമുക്ക് വടിച്ചെടുക്കുകയും ചെയ്യാം. നല്ല ലെവലായിട്ട് ഈ ഒരു ലെയർ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ലെയറിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വാഞ്ചോ കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വൈറ്റ് സ്പോഞ്ചും ഡാർക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കാട്ടണമെങ്കിൽ വീഡിയോ ലെങ്തി ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ചിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ ചോക്ലേറ്റിന് സ്പോഞ്ച് ആഡ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനായിട്ട് 1 കിലോ കേക്കിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു 1/4 കപ്പോളം എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ശരിക്കും ചൂടാറുന്നേക്ക് മുമ്പായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം റെഡിയാവും. ഇതിൻ്റെ മീതേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയറും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുമ്പോൾ മുകളിൽ കുറച്ച് ക്രീം കൂടുതൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ പൊട്ടിയിട്ട് ഹോളൊന്നും വരാതെ നല്ല ലെവലിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ ക്രീം വെച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം അടുത്ത കോട്ട് അടിച്ച് കൊടുത്താൽ മതി. എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്ത് കാര്യം നമ്മൾ എക്സ്പീരിയൻസിൽ കൂടിയേ ബെറ്റർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. ഇതുപോലെയുള്ളൊരു സ്പാറ്റിലയും അതുപോലെ നല്ലൊരു ടേൺ ടേബിളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രൊഫഷണൽ ടച്ചിൽ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വേഗത്തിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ടേൺ ടേബിൾ അത്ര നല്ലതല്ലായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ളത് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടേൺ ടേബിൾ ഞാൻ എറണാകുളത്തുള്ള സ്റ്റെയിൻസ് ട്രേഡിങ്ങിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അധികം കാശൊന്നും ആയിട്ടില്ല, 700 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഓൺലൈനാണ് വാങ്ങിക്കണമെങ്കിൽ 1200 ആവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ള ബേക്കേഴ്സിലോ അല്ലെങ്കിൽ സ്റ്റെയിൻസ് ട്രേഡിങ്ങിലോ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കണതാണ് ഏറ്റവും നല്ലത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും നമുക്ക്. ഇപ്പോൾ ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ വരുന്ന ക്രീം ഇതുപോലെ വടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ കേക്കിൻ്റെ ഡെക്കറേഷനായിട്ട് ഞാൻ മീതയ്ക്ക് കുറച്ച് ബബിൾസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 25 ml വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി എടുത്താൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. 2:1 എന്നുള്ള റേഷ്യോയിൽ വേണം ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എടുക്കാനായിട്ട്. എന്നാലേ നല്ല തിക്നെസ്സോട് കൂടിയുള്ള ഗനാഷ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ സൈഡൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബബിൾസ് ഉണ്ടാക്കിയെടുക്കാം.
ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മൾ ബബിൾസ് ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബബിൾസ് ഉണ്ടായി കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്നത് വേറെ സ്ഥലത്തൊക്കെ വീണിട്ട് അതൊരു ഡിസൈൻ ഇല്ലാത്ത രീതിയിലാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ചോക്ലേറ്റ് ഇങ്ങനെ തുടച്ചിങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് എല്ലായിടത്തും ബബിൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ബബിൾസ് ഒരേ അളവിൽ ഉണ്ടാക്കാതെ ചെറുതും വലുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാലേ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി വരുന്ന ഈ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ബോർഡർ ചെയ്തെടുക്കുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ റൗണ്ടിലാക്കി കൊടുക്കുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ബോർഡറാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 50 ഗ്രാം ചോക്ലേറ്റിൽ 25 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഉണ്ടാക്കിയാൽ ഈ ഒരു 1 കിലോ കേക്കിനുള്ള ഗനാഷ് കറക്റ്റ് ആയിരിക്കുള്ളൂ. കുറച്ചും കൂടി ബാക്കി ഉണ്ടാവും നമുക്ക്. സൈഡൊക്കെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുത്താലും കുറച്ച് ബാക്കി വരും. ഇപ്പോൾ കേക്കിൻ്റെ ഫുള്ള് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.